ആദ്യമേ പറയട്ടെ, കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. നടിയും എഴുത്തുകാരിയുമായ കൃഷ്ണതുളസി ഭായി എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ തലക്കെട്ടാണിത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി തിരുവനന്തപുരം ഈസ്റ്റ് ഫോർട്ടിൽ വെച്ച് കൃഷ്ണതുളസിക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ കഥയിലേക്കാണ്. നടി സഞ്ചരിച്ച കാറിനെ പിന്തുടർന്ന ബൈക്ക് യാത്രക്കാരനായ യുവാവിൻ്റെ നോട്ടം അവരെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു. പിന്നീട് പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 100-ൽ വിളിച്ചെന്നും 5 മിനിറ്റിനുള്ളിൽ പോലീസ് പാഞ്ഞെത്തിയെന്നും കൃഷ്ണതുളസി പറയുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ച് വീട്ടിലെത്തിയോ എന്ന് തിരക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നാൽ കേരള പോലീസ് ഒരു ധൈര്യമെന്നാണ് നടിയുടെ അനുഭവക്കുറിപ്പ്. കുറെ കാലമായി അങ്ങനെ ജീവിതാനുഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന പതിവില്ല. പക്ഷേ എനിക്കുണ്ടായ ഈ ഒരു അനുഭവം പലർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം എഴുതാമെന്ന് കരുതി. കുറച്ചു ദിവസം മുൻപ് രാത്രി ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ടാകും. ഞാനും എൻ്റെ ഒരു സഹായിയും കൂടി ഷൂട്ട് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയം. ഈസ്റ്റ് ഫോർട്ട് കഴിഞ്ഞപ്പോൾ കാറിന്റെ ഉള്ളിലേക്ക് ബൈക്കിൽ വന്നൊരാൾ എത്തി നോക്കി. വണ്ടിയിൽ ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം. അതോടെ അയാൾ ബൈക്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. തമ്പാനൂർ എത്താറായപ്പോൾ അയാൾ ഞങ്ങളുടെ തൊട്ടടുത്ത് നല്ല സ്പീഡിൽ അയാൾ ഞങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വലിയൊരു ഭയം മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് അത് ചെറിയൊരു ഭീതിയായി മാറി. ഒപ്പമുണ്ടായിരുന്ന സഹായിയായ സ്ത്രീയെ അവർ താമസിക്കുന്ന തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഞാൻ ഇറക്കി. അപ്പോൾ അയാളും ബൈക്കിൽ എന്റെ കാറിന് സമീപമുണ്ട്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അയാൾ ഓടി വന്ന് എന്റെ വണ്ടിക്ക് ചുറ്റും നടക്കുന്നു. എന്നോട് ഗ്ലാസ് താഴ്ത്താൻ പറയുന്നു. എന്റെ ഡ്രൈവിംഗ് സീറ്റിനടുത്തുള്ള ഡോറിൽ അയാൾ തട്ടി. പിന്നെ അങ്ങോട്ട് ആകെ ബഹളം. കാറിൽ തട്ടിയുള്ള അയാളുടെ നിൽപ്പ് കണ്ട് എനിക്ക് ആകെപ്പാടെ ബോധം പോകുമെന്നാണ് ആദ്യം തോന്നിയത്. അപ്പോൾ കണ്ട ഒരു ഗ്യാപ്പിൽ ഞാൻ കാർ വേഗം മുന്നോട്ടെടുത്തു. അയാൾ മറ്റൊരു വണ്ടിയുടെ പുറകിൽ നിന്ന് വീണ്ടും എന്റെ അടുത്തെത്താൻ നോക്കുന്നത് അപ്പോഴാണ് ഞാൻ കണ്ടത്. എന്താണെന്നറിയില്ല, എന്തോ പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തു. 100-ലേക്ക് ഡയൽ ചെയ്തു. വിളിച്ചപ്പോൾ തന്നെ ഒരു ലേഡി ഓഫീസറാണ് ഫോൺ എടുത്തത്. ഞാൻ അവരോട് പറഞ്ഞു, ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നിരുന്നു. ഞാൻ അറിയാതെ ഒന്ന് വിതുമ്പി പോവുകയും ചെയ്തു. എവിടെയാണ് നിൽക്കുന്നതെന്നാണ് ലേഡി ഓഫീസർ അപ്പോൾ എന്നോട് ചോദിച്ചത്. ഞാൻ അവർക്ക് എന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഉടൻ തന്നെ എനിക്കൊരു കോള് വന്നു. പോലീസിൽ നിന്നായിരുന്നു ആ കോള്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ആണ് എന്നോട് അവർ ചോദിച്ചത്. 5 മിനിറ്റിനുള്ളിൽ ഒരു പോലീസ് ജീപ്പ് എന്റെ അടുത്തെത്തി. ഞാൻ വണ്ടിക്കുള്ളിൽ നിന്ന് തന്നെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്നെ ഫോളോ ചെയ്ത അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും ചെയ്തു. 2 ഓഫീസർമാർ പോയി അയാളെ വിളിച്ചുകൊണ്ട് വന്നു. അവർ ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്കെന്തോ നോട്ടീസ് കൊടുക്കാൻ വന്നതാണെന്നാണ്. ഒരു സ്ത്രീയെ ബൈക്കിൽ ഫോളോ ചെയ്താണോ നോട്ടീസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മിണ്ടാട്ടമില്ല. അതോടെ അയാൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഏതോ പോലീസ് ഓഫീസറെ അയാൾക്കറിയാമെന്നായിരുന്നു ആ ഭീഷണി. പോലീസ് ഓഫീസർ അറിയുന്നത് കൊണ്ട് സ്ത്രീകളെ രാത്രി നീ ഫോളോ ചെയ്യുമോ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആക്രോശിച്ചു. കേസ് എടുക്കണോ എന്ന് ഓഫീസർമാർ എന്നോട് ചോദിച്ചപ്പോൾ അയാളെ താക്കീത് ചെയ്ത് വിട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതോടെ നടപടിയൊന്നും പിന്നീട് സ്വീകരിച്ചില്ല. ആ ഓഫീസർമാർ എന്നോട് ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പോലീസിന്റെ ഫോൺ കോൾ വന്നു. എല്ലാം ഓക്കെ അല്ലേ എന്നായിരുന്നു ആ ചോദ്യം. ഞാൻ വീട്ടിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഓഫീസർ വിളിച്ചു. വീട്ടിലെത്തിയോ എന്ന് അന്വേഷിച്ചു. ഫോൺ കട്ട് ചെയ്യും മുൻപ് ആ ഓഫീസർ എന്നോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, ഹാപ്പി അല്ലേ? അതേ എന്ന് ഞാൻ സന്തോഷത്തോടു കൂടിയാണ് മറുപടി കൊടുത്തത്. ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി മാത്രം കേൾക്കുന്ന ചോദ്യമാണല്ലോ അല്ലേ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് എവിടെയെങ്കിലും തനിയെ ഇതുപോലൊരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ ധൈര്യമായി നമുക്ക് 100-ലേക്ക് ഡയൽ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്കായി പോയ സ്ത്രീകൾക്ക് കേരള പോലീസ് ഒരു ധൈര്യമാണ്.